ഒരിക്കൽ എനിക്ക് രാത്രിയിൽ ഒരു കോള് വന്നു, ഒരു 11:30 ആ സമയത്ത്. കാഷ്വാലിറ്റിയിൽ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കയ്യിലെ വിരലുകൾ അനക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കയ്യില് നല്ല മുറിവുണ്ട്, ആഴത്തില് ഞരമ്പുകൾ പൊട്ടിക്കിടക്കുകയാണ്. എമർജൻസിയായി ആ ചെറുപ്പക്കാരനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയും ഓപ്പറേഷൻ ചെയ്യുകയും ഞരമ്പുകൾക്ക് വേണ്ട സർജറികൾ എമർജൻസിയായി ചെയ്യുകയും ചെയ്തു. അത് മുറിവുകൾ ഉണങ്ങി നല്ല രീതിയിൽ വരികയും ചെയ്തു. ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വീട്ടിൽ താമസിച്ചു വന്നതിന് ഉപ്പ ചോദിച്ചു, എന്തുകൊണ്ട് നീ താമസിച്ചു എന്ന് ചോദിച്ചു, നീ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെമിക്കൽസ് എന്ന് ചോദിച്ചു. അത് ചോദിച്ചതിന്റെ ദേഷ്യത്തില് ഉപ്പേനെ ഇടിക്കാൻ തുടങ്ങുകയും അത് ഗ്ലാസിൽ കൈകൊള്ളുകയും ഗ്ലാസ് കൈ പൊട്ടുകയും അങ്ങനെ ഞരമ്പുകൾ പൊട്ടുകയും ചെയ്തു. ഇതുപോലെ നിരവധി സംഭവങ്ങൾ പല സ്ഥലങ്ങളിലായി നടക്കുന്നു. ഇതിന്റെ കാരണം കെമിക്കൽസ് ആണ്. MDMA പോലെയുള്ള ഹൈ ലെവൽ കെമിക്കൽസ്. ഇത് ഒരുപാട് ചെറുപ്പക്കാരിൽ അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ എല്ലാവരും ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടതുമാണ്, തടയേണ്ടതുമാണ്. കാരണം ഇതിന്റെ ഡെപ്ത്, അതായത് ഇതിനുണ്ടാകുന്ന ഇഞ്ചുറിയുടെ ഡെപ്ത് ഞങ്ങൾ ഡോക്ടേഴ്സ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അന്ന് ഇത് കഴിഞ്ഞ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും വേണം, അതിനെതിരെയുള്ള എല്ലാ നടപടികളും എടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് മുന്നോട്ട് തടയാൻ സാധിക്കത്തുള്ളൂ.